എവരിബഡി ഈസ് എ മോൺസ്റ്റർ, ഗ്യാങ്സ്റ്റർ ടിൽ യു സീ എ മോൺസ്റ്റർ. നമ്മൾ ഒരിക്കലും സലാർ എന്നൊരു ക്യാരക്ടറിനെ ഒരിക്കലും റോക്കി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ ഇത്ര തോക്കുണ്ടായിട്ട് ഒരു വെടിയൊക്കെ കത്തി കൊണ്ട് കിടക്കുന്നു. എനിക്കൊന്നും പറയില്ല. ടോട്ടൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. KGF-ന് മുകളിലാണോ പ്രതീക്ഷിച്ചത്? ഞാൻ KGF കണ്ടിട്ടില്ല. ഒരു പടം ഒരു ഹൈപ്പാണ്, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനുള്ള ഹൈപ്ഡ് പടമാണ്. സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്, പിന്നെ എല്ലാ വയസ്സും അടിപൊളിയാണ്. നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ പ്രശാന്ത് നീലിൻ്റെ ഒരു KGF പ്രതീക്ഷിച്ച് വന്ന ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ വന്ന നോർമൽ ഓഡിയൻസിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞിരുന്നു സലാർ വന്ന് നേരിനെ തൂക്കും എന്നൊക്കെ. എന്തായാലും യഥാർത്ഥ ക്രിസ്മസ് വിന്നർ ആരാണെന്ന് നിങ്ങൾക്ക് ഇന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും സലാർ കണ്ടിറങ്ങിയ ജനറൽ ഓഡിയൻസ് റിവ്യൂയിലേക്ക്. ബ്രോ, പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രശാന്ത് നീലിൻ്റെ ഒരു യൂണിവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി KGF 2 പാട്ടുണ്ട്, എവരിബഡി ഈസ് എ മോൺസ്റ്റർ, ഗ്യാങ്സ്റ്റർ ടിൽ യു സീ എ മോൺസ്റ്റർ. നമ്മൾ ഒരിക്കലും സലാർ എന്നൊരു ക്യാരക്ടറിനെ ഒരിക്കലും റോക്കി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വെച്ചാൽ പടത്തിൻ്റെ ഒരു വാല്യൂ പറയാം. സ്ക്രീൻ പ്ലേ നമ്മൾ പ്രതീക്ഷ എത്ര ഉയർന്നെങ്കിലും ഹൈ മൊമെൻറ്റ്സ് പ്രശാന്ത് നീൽ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, അക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കൊരു പ്രഭാസ് നമ്മൾ അറിയാം. ഒരു എന്തായാലും KGF-ൽ റോക്കിയെ പ്രസന്റ് ചെയ്തേക്കുന്ന പോലെ ഒരു രീതിയിൽ ഇതിൽ സലാറിന് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് മാസ് കിട്ടില്ല. കാരണം നമുക്ക് KGF-ൽ അറിയാം വഴിയെ പോയൊരു വൃദ്ധൻ പോലും ഉണ്ടാക്കിയൊരു മാസ് സീക്വൻസ്, പക്ഷേ അത്ര നമുക്ക് സലാറിൽ എത്തിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് 7-8 ഫ്ലോപ്പുകൾക്ക് ശേഷമാണ് പ്രഭാസ് എത്തിയിരിക്കുന്നത്. എനിക്ക് എല്ലാ ഡയറക്ടേഴ്സിനും പറയാനുള്ളത് ഇതാണ് പ്രഭാസ്, ഇങ്ങനെയാണ് പ്രഭാസിന്റെ കംബാക്ക് ആണ് ആസ് എ ക്യാരക്ടർ, ആസ് എ പെർഫോമൻസ്. പൃഥ്വിരാജ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്ര തീവ്രമായില്ലെങ്കിലും ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ പുള്ളി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരുവിധം പെർഫോമൻസ് ചെയ്തവരെല്ലാം നല്ല. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയത് എന്നാൽ നമ്മൾ ഒരു വലിയ പ്ലോട്ടായിരുന്നു, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് കുറച്ച് ഓഡിയൻസ് മെസ്സി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതേ പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, സെക്കൻഡ് പാർട്ടിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം. കാരണം പ്രശാന്ത് നീൽ അതിനോട് പക്കായിട്ട് ക്ലൈമാക്സ് അങ്ങനെ കൊണ്ട് എൻഡ് ചെയ്തിരുന്നു. നമുക്ക് സഹോയിലുണ്ടായ ഒരു കൺഫ്യൂഷൻ, അതായത് ഇത്ര വലിയ പ്ലോട്ടും ക്യാരക്ടർ അതേ ഒരു ചെറിയൊരു മിസ്സിംഗ് എലമെന്റ് സലാറിലുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാം. ആവറേജ് ആ സിനിമ. KGF പ്രതീക്ഷിച്ചിട്ടൊന്നും ആവറേജ്. KGF അല്ലല്ലോ, ഇത് പുതിയ സിനിമയല്ലേ, അത് പ്രതീക്ഷ വരണ്ടേ? ആ ഒരു ഡയറക്ടറിനെ പ്രതീക്ഷ ഏർപ്പെടുത്തി KGF-നെ കണക്കൊരു എക്സ്പീരിയൻസ് നമുക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ആ ഒരു BGM ആയാലും നമുക്ക് കൊള്ളാം, പക്ഷേ ആവറേജ് ആണ്. കഥ കുറച്ചും കൂടെ കാണിക്കണമായിരുന്നു, കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. കുറച്ചുമല്ല, പാതിയുടെ പാതി കാണിച്ചിട്ടുള്ളൂ. പിന്നെയാണ് സെക്കൻഡില്ല കഥ കിടക്കുന്നത്. സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സെക്കൻഡ് ഹാഫ് കാണോ? കാണും. സെക്കൻഡ് ഹാഫ് ചിലപ്പം കഥ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ പൃഥ്വിയും പ്രഭാസും തമ്മിൽ അടിയിടതും ഒരുപാട് സാധനം ഇനി സെക്കൻഡ് കിടപ്പുണ്ട്. സെക്കൻഡ് അടിപൊളിയായി. പൃഥ്വിരാജ് കൊള്ളാം, പൃഥ്വിരാജ് അടിപൊളി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? കഥയെ കൊള്ളത്തില്ല, പൈസ പോയത് മാത്രം മിച്ചം. കഥ എന്താണ്? ഒരു തവണ കാണാൻ കൊള്ളാം, രണ്ടാമത് കാണാൻ കൊള്ളത്തില്ല. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. എന്താണ് രണ്ടാമത് കാണാൻ ഇഷ്ടപ്പെടാത്ത? KGF പോലെ ഒരു ഇതല്ല അത്. കഥയൊന്നും വേറെ ഏതൊക്കെ സിനിമയിൽ എടുത്തു വെച്ചേക്കാണ്. ആകെ സ്ത്രീകളെ കൊണ്ടുവന്ന സീൻ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ട. ഇത്രയേ ഉള്ളൂ. എന്നാലും മാസ് മൊമെന്റ്സ് എങ്ങനെയുണ്ട്? കൈയടിച്ച് വിസിലടിക്കുന്ന സാധനങ്ങളൊക്കെ? എനിക്ക് വിസിലടിക്കാൻ തോന്നിയില്ല. ഒരാൾ ഇത്ര തോക്കുണ്ടായിട്ട് ഒരു വെടിയൊക്കെ കത്തി കൊണ്ട് കിടക്കുന്നു. എനിക്കൊന്നും പറയില്ല. അല്ല, പൃഥ്വിരാജിന്റെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജ് കുഴപ്പമില്ല, കത്തി കൊണ്ട് കിടക്കുന്നു, തോക്കുണ്ടായിട്ട് വെടിവെച്ചാൽ പെട്ടെന്ന് തീരത്തില്ല, കത്തിയാകുമ്പോൾ കുറച്ചുകൂടി കാണാമല്ലോ, അതാവും. അതായിരിക്കും. മേക്കിംഗ് വൈസ് എങ്ങനെയുണ്ട്? മേക്കിംഗ് കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ എനിക്ക് ഒരു പറയാനൊന്നും ഇനി സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റിംഗ് ഇല്ല. വെയിറ്റിംഗ് ഇല്ല. മൊബൈലിൽ വന്നാൽ കാണാം, അല്ല കാണത്തില്ല. പൈസ കൊടുത്ത് ഇനി കാണുന്നില്ല. അതുപോലെ പൃഥ്വിരാജും നൈസായിട്ട് നമ്മുടെ ഒരു ശൈലി തന്നെയാണ് പൃഥ്വിരാജിൻ്റെ ഫൈറ്റൊക്കെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അൻവറും ആ കാര്യത്തിലൊരു ചെറിയ ഇത് കാണിച്ചിട്ടുണ്ട്. കാരണം പ്രഭാസ് ഫൈറ്റ് വരുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ ബേസ് വരുന്നുണ്ട്, പൃഥ്വിരാജിൻ്റെ ഫൈറ്റ് വരുമ്പോൾ അത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിക്ക് കൂടി ദഹിക്കുന്ന രീതിയിലുള്ള ഒരു പടം, ഒരു ഹൈപ്പാണ്, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനുള്ള ഹൈപ്ഡ് പടമാണ്. എൻ്റർടൈനിങ് ആണ്, കണ്ടിരിക്കാം. പിന്നെ അമിത പ്രതീക്ഷയായിട്ടൊന്നും വരരുത്, അതായത് KGF-ൻ്റെ ആ ഒരു പ്രതീക്ഷയും കൊണ്ട് വരരുത്. ഇത് കുറച്ചും കൂടെ ഇമോഷണലി ബോണ്ടഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ സെക്കൻഡ് പാർട്ടായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഇനി ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ ഒരു പാൻ ഇന്ത്യൻ ഇതൊക്കെ പ്രതീക്ഷയല്ലോ, അതെങ്ങനെ ഉണ്ടായി? എക്സ്പെക്ടേഷൻ ചില ഇതിൽ വർക്കൗട്ട് ആയിട്ട്, ചിലതിൽ നമ്മൾ വിചാരിച്ചത്ര എത്തിയിട്ടില്ല. പക്ഷേ ഓവറോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ നോക്കി കഴിഞ്ഞാലുണ്ട്. പിന്നെ അത് KGF ആയിട്ട് കമ്പയർ ചെയ്യരുത്. പ്രശ്നം വെച്ചാൽ നമ്മൾ KGF ആയിട്ട് കമ്പയർ ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഡിസപ്പോയിൻമെൻറ്റ് വരും. രണ്ടൊരു ലെവലിലൊരു ഫിലിമാണ്. ഇത് കുറച്ചും കൂടെ നമ്മൾ എമോഷണലായിട്ടും ഉള്ളൊരു ഫിലിമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. KGF-ന് മുകളിലാണോ പ്രതീക്ഷിച്ചത്? ഞാൻ KGF കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പം KGF-ന്റെ ഹൈപ്പായിരുന്നുണ്ടോ? പിന്നെ പൃഥ്വിരാജിന്റെ റോള് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും
പടം അങ്ങോട്ട് കലങ്ങിയില്ലായിരുന്നു. പെട്ടെന്ന് ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് സത്യം സ്പീഡായി പോയാണോ? ലാഗ് ഭയങ്കര സ്ലോ ആയിരുന്നു പടം. ഉറക്കം വന്നിട്ടിരിക്കാൻ വയ്യ, കണ്ട ഉറങ്ങിയിരിക്കുകയാണ്. എന്നാലും ഭയങ്കര ഇൻട്രോ പഞ്ചും ഭയങ്കര മാസ് ബിൽഡപ്പ് ഒക്കെ ആയിരുന്നു, അതൊക്കെ വർക്കൗട്ട് ഉണ്ടായിരുന്നു. ഫൈറ്റ് സീൻസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ എന്തോ സ്റ്റോറി വൈസ് പടം പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? പോയത് വെറുതെ ആയോ? അവിടെ കന്നഡ വരെ പോയിട്ട് പൃഥ്വിരാജ് വലിയ റോളൊന്നും ഇല്ലാത്ത പോലെയാ തോന്നിയത്. വലിയ ഒരു ഇത് ഇനി സെക്കൻഡ് പാർട്ടി ചിലപ്പോൾ അത് ഓക്കെ ആക്കുമായിരിക്കും. ഏതാണ്ട് ഒരു സാറ്റിസ്ഫൈഡ് ആണ്. KGF ലെവൽ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല. KGF വേണ്ട, അല്ലാതെ പ്രശാന്ത് നീൽ പടം കാണാമെന്ന്. അതുണ്ട്. രണ്ടുപേരെയും കോമ്പിനേഷൻ ഭയങ്കരമാണ്. സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്, പിന്നെ എല്ലാ വയസ്സും അടിപൊളിയാണ്. നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. ഇല്ല, ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ നല്ല BGM ഒക്കെ വേണമായിരുന്നു. KGF-ന്റെ അത്ര ഒരു BGM-ന്റെ ഇത് വന്നില്ല. ഒരു ക്രിസ്മസ് വിന്നർ ആവോ പ്രഭാസിന്റെ ഒരു കംബാക്ക് ആണോ? അതാണ് ഒബിയസ്ലി നമ്മൾ അതിനാണല്ലോ പടം കാണാൻ വന്നത്.